രതീഷ, ഈ ഒരു വിയോഗം എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും, എങ്ങനെ ഉൾക്കൊള്ളും എന്ന് സംബന്ധിച്ച പോലും ഒരു ഇതിലേക്ക് കുടുംബം എത്തിച്ചേർന്നിട്ടില്ല എന്നതാണ്. അജീഷിൻ്റെ 2 മക്കൾ ചെറിയ മക്കളാണ്. ഒരു മകളും ഒരു മകനും വിദ്യാർത്ഥികളാണ്. ഭാര്യ, അച്ഛൻ, അമ്മ എന്നിവരാണ് വീട്ടിലുള്ളത്. ഈ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു അജീഷ്. കാർഷിക വൃത്തി ചെയ്ത് കുടുംബം പോറ്റിയിരുന്നതാണ്. ഈ മേഖലയിൽ പ്രത്യേകിച്ചും മനുഷ്യ വന്യമൃഗ സംഘർഷം അതിരൂക്ഷമായി തന്നെ നിലനിന്നിരുന്നു. കാട്ടാനയായാലും മാസങ്ങൾക്ക് മുൻപ് കുറുക്കൻമൂലയിൽ ഇറങ്ങിയ കടുവയാണെങ്കിലും അതൊക്കെ ഈ മേഖലയിലൂടെയാണ് പോയിരുന്നത്. അങ്ങനെ വലിയ ശല്യമുണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു. പക്ഷേ ഒരാൾക്കിതുപോലെ ജീവൻ നഷ്ടപ്പെടുക എന്നത് നാട്ടുകാരെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു അനുഭവം തന്നെയാണ്. ഇപ്പോൾ അജീഷിൻ്റെ വീട്ടിൽ പ്രാർത്ഥന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി, അവസാനമായി കാണുന്നതിന് വേണ്ടി നൂറുകണക്കിന് ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിദുഃഖകരം, അതുപോലെ ജനരോഷം, അതിവൈകാരികമായ പ്രതികരണങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നിന്ന് ലഭ്യമാകുന്നത്. നമ്മൾ നേരത്തെ അജീഷിൻ്റെ പിതാവ് ജോസഫിനോടും അതുപോലെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമൊക്കെ സംസാരിച്ചിരുന്നു. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ ഉണ്ടാകുന്ന കാലതാമസം, അതിൽ പോലും വളരെ വലിയ രോഷമാണ് നാട്ടുകാർക്ക് ഉള്ളത്. ഇന്നലെ അജീഷിൻ്റെ മൃതദേഹവുമായി വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയിരുന്നു. പ്രതിഷേധം അത് ചില ഉറപ്പുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അടിയന്തരമായുള്ള ധനസഹായം, അതുപോലെ ജോലി എന്ന ഉറപ്പുകൾ ലഭിച്ചതിന് ശേഷമാണ് പ്രതിഷേധം അവസാനിച്ചിരുന്നത്. അതിനുശേഷം രാത്രി പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി 9:30 മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. ആ സമയം മുതൽ അജീഷിൻ്റെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, കർഷകർ എല്ലാവരും വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മോടൊപ്പം ഇവിടെ വന്ന ആളുകൾ കൂടുതലായി ചേരുന്നുണ്ട്. വൈദികൻ ചേരുന്നുണ്ട്. ഈ മേഖലയിൽ തന്നെ ഉള്ള ആളാണ്. വന്യമൃഗശല്യം തുടരുന്നു. ഈ ആനയെ ഇത്രയും മണിക്കൂറായിട്ട് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടുമില്ല. ഇത് അത്യന്തം ഒരു ദയനീയമായൊരു കാര്യമാണിത്. ഇന്നലെ വരെ ഈ കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്ന പ്രിയപ്പെട്ട അജീഷ് ഈ ലോകത്തോടെ യാത്ര പറയും. ഏതോ മനുഷ്യനും യാത്ര പറയുക സ്വാഭാവികമാണ്. പക്ഷേ ഇത് അതിദാരുണമായൊരു സംഭവമാണ്. ഈ നാടിനെ, വയനാട് ജില്ലയെ, കേരളത്തിൽ തന്നെ ഞെട്ടിച്ച ഈ സംഭവത്തിൽ അതിയായി ദുഃഖിക്കുകയും പരേതാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഈ നാട്ടിൻ്റെ നിയമം ഈ ജനത്തിന് ഉപകാരപ്പെടുന്ന വിധത്തിലായിരിക്കുവാൻ തക്കവണ്ണം എല്ലാ നിയമവകുപ്പുകളും, പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അത് കൈകാര്യം ചെയ്യണം. ഈ സമയം വരെയും ആ ആന ഈ പ്രദേശത്ത് നിന്ന് പോയിട്ടില്ല എന്നാണ് അറിയുന്നത്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ പേടിച്ചിട്ട് വരുവാനായി സാധിച്ചില്ല. ഞാനിവിടെ തൊട്ടടുത്തുള്ള കുറുക്കൻമൂല അഥവാ കാടംകൊല്ലി പള്ളി വികാരിയാണ്. ചുരുങ്ങിയ വീട്ടുകാർ മാത്രമാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുൽപ്പള്ളിയാണ് ഞാൻ താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ, ഞായറാഴ്ച രാവിലെ വരുന്ന സമയത്ത് 5-8 ആന റോട്ടിൽ എനിക്ക് നേരെ വരികയാണ്. ഒത്തിരി കിലോമീറ്ററുകളോളം തന്നെ റിവേഴ്സ് എടുത്ത് വണ്ടി പോകേണ്ടി വന്നു. ഞാൻ മാത്രമല്ല, എന്നോട് കൂടെ ഉണ്ടായിരുന്ന ഒരു രീതി. കാടും നാടും വേർതിരിച്ചുകൊണ്ട് കാട്ടിൽ വന്യജീവികളും നാട്ടിൽ മനുഷ്യരും എന്ന ഒരു സ്ഥിതി ഉണ്ടാകത്തക്ക വിധത്തിൽ നിയമങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ നിയമം നടപ്പാക്കുന്ന കാര്യത്തിൽ വീഴ്ചയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അതുണ്ടാകാതെ നല്ല ഒരു നിയമം ഉണ്ടാക്കുകയും വേർതിരിക്കുകയും ചെയ്യണം. ഞാൻ മനസ്സിലാക്കുന്നു, ഇവിടെയുള്ള എല്ലാവരും തന്നെ നമ്മുടെ ഭൂമിയുടെ ആധാരം പരിശോധിക്കുന്നത് നല്ലതാണെന്ന് എൻ്റെ മനസ്സിലെ ചിന്ത. ഭൂമിയുടെ ആധാരത്തിൽ ജന്മം തീറാധാരം എന്നൊരു ക്ലോസ് ഉണ്ടെങ്കിൽ വാസ്തവത്തിൽ ആ ഭൂമിയുടെ യഥാർത്ഥ അവകാശി നമ്മൾ തന്നെ. എല്ലാത്തിൻ്റെ അവകാശം നമ്മൾക്കാണെങ്കിലും ജന്മം തീറാധാരം എന്ന ഭൂമിയുടെ അവകാശമെന്ന് പറഞ്ഞാൽ അന്യായമായി നമ്മുടെ കൈവശം വച്ചിരിക്കുന്ന ഭൂമിയിലേക്ക് വന്യമൃഗമാകട്ടെ മറ്റൊരു വ്യക്തിയാകട്ടെ അതിക്രമിച്ച് കയറിയാൽ അതിനെ തുരത്തുന്ന, ആ ഭൂമിയുടെ അവകാശി എന്ന നിലയിൽ അതിനെ തുരത്തുന്നതിനോ എന്ത് ചെയ്യുന്നതിനോ ഉള്ള അവകാശം ഈ ഭൂമിയുടെ അവകാശിക്ക് ഉണ്ടായിരിക്കെ ആ നിയമം നടപ്പിലാക്കുവാൻ തക്കവണ്ണം പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ഉത്സാഹിച്ചാൽ സാധിക്കുമെന്നാണ്. ഇത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയോ മറ്റു കാര്യങ്ങളോ അല്ല. നമ്മൾ കർഷകർ കർശനമായ ഇടപെടൽ ഉണ്ടാകണമെന്ന പൊതുവികാരമാണ് പള്ളി വികാരിയും പങ്കുവയ്ക്കുന്നത്. കർശനമായ സമീപനം വന്യജീവി ആക്രമണത്തിന് എതിരെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന ആവശ്യം വീണ്ടും ഉയരുകയാണ്. ഈ സംഭവത്തിൻ്റെയും പശ്ചാത്തലത്തിൽ വയനാട്ടിൽ ഇപ്പോൾ ഓപ്പറേഷൻ മിഷൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ.